നമുക്കൊപ്പം ചേരുകയാണ്. സാർ, ഈ നമ്മൾ ഒരു ത്രിമൂർത്തി നേതൃത്വം അതാണ് ഈ KPCCയുടെ പദ്ധതി എന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാരിനെ പുകഴ്ത്തി ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ച തരൂരിനെ കൊണ്ട് തന്നെ വിഷമിറക്കുക, അല്ലെ തരൂരിനെ കൊണ്ട് തന്നെ ഈ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ചുമതല നൽകുമ്പോൾ ലക്ഷ്യമിടുന്നത് തരൂരിൻ്റെ ഒരു വിശ്വസനീയത അല്ലെങ്കിൽ ഇടതുപക്ഷം തരൂരിന് ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് അവർ തന്നെ പറയുമ്പോൾ തരൂരിനെ കൊണ്ട് തന്നെ അതിന് എതിരായ നീക്കം നടത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുമ്പം പ്രചാരണ കമ്മിറ്റികൾ ഉണ്ടാക്കാറുണ്ട്. അതിന്റെ ചുമതല പ്രമുഖർക്കാണ് കൊടുക്കാറുള്ളത്. ഒരിക്കൽ ഉമ്മൻചാണ്ടിക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന നിലയ്ക്ക് ശശി തരൂരിന് ചുമതല കൊടുക്കുകയാണ്. അതിൽ കവിഞ്ഞ് പ്രത്യേകിച്ച് അതില് പിന്നെ നമുക്ക് ഊഹിച്ചെടുക്കാവുന്ന രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഊഹിച്ചെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കോൺഗ്രസ് നേതൃത്വം അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല കൊടുക്കുമെന്നുള്ളത്. നിങ്ങൾ പറഞ്ഞ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പറയുന്നത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നീക്കം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ശശി തരൂരിനെ കൊണ്ട് തന്നെ വിഷം കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കുക എന്നുള്ള പഴഞ്ചൊല്ലിന്റെ ഒക്കെ എത്തേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെയൊക്കെ ഒന്നും കോൺഗ്രസ് പോയിട്ടുണ്ടാവില്ല. വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന നിലയ്ക്കായിരിക്കും ആ ചുമതല കൊടുത്തിട്ടുണ്ടാവുക. കാരണം അത് ഏറ്റവും മുതിർന്ന നേതാവിനെ കൊടുക്കാറുള്ളൂ. ഈ പ്രചാരണ സമിതിയുടെ അത് പണ്ടും കൊടുത്തിട്ടുണ്ട് ശശി തരൂരിന്. ഉമ്മൻചാണ്ടി പ്രചാരണ സമിതിയുടെ കാലത്ത് ചെയർമാനായ സമയത്തും ഇതിന്റെ മാനിഫെസ്റ്റോ തയ്യാറാക്കാനും അതല്ല സംശയം സാർ പ്രകടിപ്പിച്ചത്. ഈ തരൂര് സർക്കാരിനെ പുകഴ്ത്തിയ സ്റ്റാൻഡിൽ കാര്യമായ തിരുത്തലൊന്നും ഇതുവരെയും വരുത്തിയിട്ടില്ല. അപ്പോൾ തരൂര് സർക്കാരിനെതിരെ നിലപാടെടുക്കേണ്ടി വരുമ്പോൾ കൂടുതൽ പരസ്യമായ നിലപാടുകളും മുമ്പെടുത്ത നിലപാടുകളിൽ വിശദീകരണം നൽകാനൊക്കെ തരൂർ തയ്യാറാവേണ്ടി വരില്ലേ? അല്ല, അങ്ങനെ നിങ്ങൾ പറയുന്നത് ശരിയല്ല. ശശി തരൂര് ഒരു ലേഖനം ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയതിനു ശേഷം അദ്ദേഹത്തിന് അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം ആ ലേഖനം തിരുത്തുകയല്ലെങ്കിൽ പോലും ഗവൺമെന്റിന്റെ പദ്ധതികൾ പലതും കടലാസിലാണെന്നും അക്കാര്യം വ്യക്തമാക്കുക. അതിനുശേഷം വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായി വീണ്ടും തരൂര് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ ഞങ്ങളടക്കം ഒരു ചോദ്യം ഉന്നയിച്ചു, നിലപാട് തിരുത്തിയില്ലേ എന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നു, ഞാൻ നിലപാട് തിരുത്തിയിട്ടില്ല, എന്റെ അതേ വാദത്തിൽ തന്നെ ഇപ്പോഴും തുടരുന്നു എന്നാണ് പറയുന്നത്. അല്ല, അത് ആ സന്ദർഭത്തിനനുസരിച്ചുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും നൽകിയിട്ടുണ്ടാവുക. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അദ്ദേഹം എഴുതി പിടിപ്പിച്ചതിൽ നിന്ന് ലഭിക്കുന്ന നിലപാടുകൾ. ആദ്യം അദ്ദേഹം ഗവൺമെന്റ് കൊടുത്ത ചില കണക്കുകൾ പ്രകാരം അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ലേഖനം എഴുതി. അത് തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു. തനിക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട യഥാർത്ഥ കണക്ക് കിട്ടിയാൽ തിരുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിന് ടൈംസ് ഓഫ് ഇന്ത്യയിലെ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് വന്ന ദിവസം തന്നെ അദ്ദേഹം ഗവൺമെന്റിന്റെ കണക്കുകളെ കുറിച്ചും ഗവൺമെന്റിന്റെ പൊള്ളത്തരത്തെ കുറിച്ചും തുറന്നു കാട്ടി. അതോടെ ആ പ്രശ്നം അവിടെ തീർന്നു. അതും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇതിപ്പോ ശശി തരൂരിനെ ഏൽപ്പിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു മുതിർന്ന നേതാവിനാണ് അത് കൊടുക്കുക. ശശി തരൂർ മുതിർന്ന നേതാവ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ താഴെത്തട്ടിൽ നിന്നും വളർന്നു വന്ന നേതാവല്ലെങ്കിലും പരമോന്നത സമിതി മെമ്പറാണ്. പരമോന്നത സമിതി അംഗം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു പദവിയാണത്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ലത്, ഞാനത് കേട്ടില്ല, ആരും പറയുന്നതും കേട്ടില്ല. അങ്ങനെ ആണെങ്കിൽ അത് അത്രേ ഉള്ളൂ. വർക്കിംഗ് കമ്മിറ്റി മെമ്പർക്ക് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിൽ പ്രത്യേകിച്ചൊന്നും കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ രാഷ്ട്രീയം കുറച്ചൊക്കെ അറിയാവുന്നൊക്കെ അറിയാമല്ലോ. ശശി തരൂർ ഗവൺമെന്റിനെ വിമർശിച്ചു എങ്കിൽ ആ ശശി തരൂർ തന്നെ ഇക്കാര്യങ്ങളിലും ചുമതല വഹിക്കട്ടെ, അദ്ദേഹം ഗവൺമെന്റിനെതിരായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കട്ടെ എന്ന് പാർട്ടി ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അത് എതിരാളികൾക്ക് വേണ്ടി ഉള്ള മറുപടിയാണത്. കാരണം ഗവൺമെന്റിന്റെ വക്താക്കളാണ്, CPM-ന്റെ നേതാക്കളാണ് ശശി തരൂരെ പാർട്ടി വിട്ടുവന്നാൽ അനാഥനാവില്ല, അദ്ദേഹം പറഞ്ഞതാണ് ശരി എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയെന്ന് CPM പറഞ്ഞ സ്ഥിതിക്ക് ഇനി അദ്ദേഹം പറയാൻ പോകുന്ന കാര്യങ്ങളും ശരിയാണെന്ന് CPM-ന് പറയേണ്ടി വരും. വിപ്ലവകാരിയായ ശശി തരൂർ എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ വിപ്ലവകാരി എന്ന് വെച്ചാൽ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളെ ജനങ്ങളോട് പറയുമ്പോൾ അത് ശരിയാണെന്ന് ജനങ്ങൾക്കും ബോധ്യപ്പെടും. ഇവിടെ CPM-നെ ആണ് ഇവിടെ വെട്ടിയാകാൻ പോകുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണ മാറ്റം ഉണ്ടാകുമെന്നുള്ള ഭയത്താല് അന്നന്ന് കാണുന്ന ഒക്കെ വിളിച്ചു പറഞ്ഞ് എല്ലാം സ്വന്തമാക്കാനുള്ള താല്പര്യം ഉണ്ടാവണം. അത് അവർക്ക് വിനയായി തീരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ട് മാത്രം ആ ഒരു ചിന്തയെ നമുക്ക് കണ്ടാൽ മതി. ശശി തരൂരിനെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി മുതിർന്ന നേതാക്കൾക്ക് കൊടുക്കുന്ന ഒരു ചുമതല മാത്രമാണ്. കോൺഗ്രസ് നിരീക്ഷകൻ കൂടിയായ N. ശ്രീകുമാർ അംഗീകരിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ഇതൊരു സ്വാഭാവിക നടപടിയാണ്, മറിച്ച് തരൂരിനെ കൊണ്ട് തന്നെ ഇത്തരമൊരു നീക്കം നടത്താനുള്ള അത്തരമൊരു രാഷ്ട്രീയ നീക്കമല്ല കോൺഗ്രസ് നടത്തിയത് എന്നതാണ് അദ്ദേഹത്തിന്റെ വാദം. സമ്മേളന